ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം ഞായറാഴ്ച. കേന്ദ്ര ബജറ്റ് ഈ മാസം 23-ന്. മദ്യനയ അഴിമതി കേസിൽ സിബിഐ അറസ്റ്റിനെതിരെയുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. ഹരിയാനയിൽ മുൻ അഗ്നിവീരർക്ക് സംസ്ഥാന സർക്കാർ നിയമനങ്ങളിൽ 10% സംവരണം പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ തുടരും. ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്ന വയനാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ അനുമതി. രാജ്യത്തിനായി 117 കായിക താരങ്ങൾ കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം ഞായറാഴ്ച ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം യോഗത്തിൽ സർക്കാർ തേടും. ഈ മാസം 22 മുതൽ അടുത്ത മാസം 12 വരെയാണ് ബജറ്റ് സമ്മേളനം. കേന്ദ്ര ബജറ്റ് ജൂലൈ 23-ന് അവതരിപ്പിക്കും. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 75 പ്രസംഗങ്ങളുടെ സമാഹാരമായ വിങ്സ് ടു അവർ ഹോപ്സിന്റെ ആദ്യ ഭാഗം കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ പ്രകാശനം ചെയ്യും. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻ ഡിവിഷനാണ് പുസ്തകം പുറത്തിറക്കുന്നത്. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ ആഗോള വേദിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണികളിൽ പ്രിയമേറുന്നതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്ത് നിർമ്മിക്കുന്ന സൈക്കിളുകൾ UK, ജർമ്മനി, നെതർലൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിൽ തരംഗം സൃഷ്ടിക്കുകയാണ്. ബീഹാറിൽ നിർമ്മിച്ച ബോട്ടുകൾ റഷ്യൻ സൈനിക വേഷത്തിന്റെ ഭാഗമായതായും ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യയുടെ UPI സംവിധാനം ഒന്നിലധികം രാജ്യങ്ങളിൽ തടസ്സമില്ലാതെ ഡിജിറ്റൽ പേയ്മെന്റുകൾ സാധ്യമാക്കുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മൊറീഷ്യസിലെ 2 മുൻ പ്രധാനമന്ത്രിമാരുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. നവീൻ രാംഗൂലം, പോൾ ബെഹൌഷെ എന്നിവരുമായാണ് ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയത്. വിദേശകാര്യമന്ത്രിയുടെ മൊറീഷ്യസ് സന്ദർശനത്തിനിടെ നടന്ന കൂടിക്കാഴ്ചയിൽ വിവിധ ഉഭയകക്ഷി ആഗോള വിഷയങ്ങൾ ചർച്ചയായി. ലോകത്തിന്റെ ഔഷധശാല എന്ന രാജ്യത്തിന്റെ ഖ്യാതിക്ക് മുതൽക്കൂട്ടായി ലോകോത്തര നിലവാരമുള്ള ഔഷധ നിയന്ത്രണ ചട്ടക്കൂടിന് രൂപം നൽകണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സൌന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയുടെ നിയന്ത്രണം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനിലെ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന നിലവാരം ഉറപ്പാക്കാൻ മേഖലയുമായി തുടർച്ചയായ ആശയവിനിമയത്തിന് ഊന്നൽ നൽകാനും ശ്രീ JP നഡ്ഡ നിർദ്ദേശം നൽകി. മദ്യനയ അഴിമതി കേസിൽ സിബിഐ അറസ്റ്റ് ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം സംബന്ധിച്ച കേസും കോടതി വിധി പറയാനായി മാറ്റി. സാധാരണ ജാമ്യം സംബന്ധിച്ച കെജ്രിവാളിന്റെ ഹർജിയിൽ ഈ മാസം 29-ന് കോടതി വാദം കേൾക്കും. ഹരിയാനയിൽ മുൻ അഗ്നിവീരർക്ക് സംസ്ഥാന സർക്കാർ നിയമനങ്ങളിൽ 10% സംവരണം പ്രഖ്യാപിച്ചു. പോലീസ് കോൺസ്റ്റബിൾ, മൈനിംഗ് ഗാർഡ്, ഫോറസ്റ്റ് ഗാർഡ്, ജയിൽ വാർഡൻ തുടങ്ങിയ തസ്തികകളിലാണ് സംവരണം. മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി വാർത്താസമ്മേളനത്തിലാണ് പ്രഖ്യാപനം നടത്തിയത്. ഗ്രൂപ്പ് ഡി തസ്തികകളിലേക്കുള്ള ഉയർന്ന പ്രായപരിധിയിൽ 3 വയസ്സിന്റെ ഇളവ് നൽകിയിട്ടുണ്ട്. സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അഗ്നിവീരർക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ നൽകുമെന്നും ഹരിയാന മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിതി ആയോഗിന്റെ ഘടന കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർക്ക് പുറമെ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെ കൂടി എക്സ് ഒഫീഷ്യോ അംഗമായി ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിതി ആയോഗ് അധ്യക്ഷനായും സുമൻ ബെറി ഉപാധ്യക്ഷനായും തുടരും. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, JP നഡ്ഡ, HD കുമാരസ്വാമി, ജിത്തൻ റാം മാഞ്ചി, രാജീവ് രഞ്ജൻ സിംഗ്, വീരേന്ദ്രകുമാർ, രാംമോഹൻ നായിഡു, ജുവൽ ഒറാം, അന്നപൂർണ ദേവി, ചിരാഗ് പാസ്വാൻ, റാവു ഇന്ദർജിത് സിംഗ് എന്നിവരെ പ്രത്യേക ക്ഷണിതാക്കളായും ഉൾപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാല മുൻ VC MR ശശീന്ദ്രനാഥിന് വീഴ്ച പറ്റിയെന്ന് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ.
സമയബന്ധിതമായി നടപടിയെടുത്തില്ലെന്നാണ് കണ്ടെത്തൽ. മരണത്തിൽ സർവകലാശാലയ്ക്ക് ഭരണപരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് കമ്മീഷൻ അന്വേഷിച്ചത്. 28 പേരിൽ നിന്ന് മൊഴിയെടുത്താണ് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ മരണമടഞ്ഞ ക്രിസ്റ്റഫർ ജോയിയുടെ മാതാവിന് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിക്കുന്നത്. കേരളത്തിൽ അടുത്ത 5 ദിവസം കൂടി വ്യാപക മഴ തുടരും. വയനാട് ജില്ലയിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന 3 സ്കൂളുകൾക്കും നാളെ അവധി നൽകി. ഓപ്പറേഷൻ നന്നേ ഫരിഷ്തയ്ക്ക് കീഴിൽ കഴിഞ്ഞ 7 വർഷങ്ങൾക്കിടെ റെയിൽവേ സുരക്ഷാസേന രക്ഷപ്പെടുത്തിയത് 84,119 കുട്ടികളെ. റെയിൽവേ സ്റ്റേഷനുകൾ, ട്രെയിനുകൾ എന്നിവിടങ്ങളിൽ സഹായം ആവശ്യമായ നിലയിൽ കണ്ടെത്തിയ കുട്ടികളെയാണ് RPF രക്ഷപ്പെടുത്തിയത്. വിശദാംശങ്ങളിലേക്ക്. 2018 തീവണ്ടികളിലും റെയിൽവേ പരിസരങ്ങളിലും അകപ്പെടുന്ന പരിചരണവും സംരക്ഷണവും ആവശ്യമായ കുട്ടികളെ സഹായിക്കാൻ റെയിൽവേ സുരക്ഷാ സേന ഓപ്പറേഷൻ നന്നേ ഫരിഷ്തേ ദൌത്യം ആരംഭിച്ചത്. കാണാതായവർ, ഓടിപ്പോയവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, നിരാലംബർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, തട്ടിക്കൊണ്ടുപോയ കുട്ടികൾ എന്നിവർ ഉൾപ്പെടെ 84,119 കുട്ടികൾക്കാണ് ഈ വർഷം മെയ് വരെ RPF സഹായഹസ്തം നീട്ടിയത്. കുട്ടികളെ രക്ഷപ്പെടുത്തുക മാത്രമല്ല, അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ടവരിൽ അവബോധം സൃഷ്ടിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ദൌത്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും രാജ്യത്തെ റെയിൽവേ ശൃംഖലയിൽ ഉടനീളം കുട്ടികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും RPF ലക്ഷ്യമിടുന്നു. 135ലധികം റെയിൽവേ സ്റ്റേഷനുകളിൽ കുട്ടികൾക്കായി ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ അംഗീകാരം. 117 കായിക താരങ്ങളും 140 ഉദ്യോഗസ്ഥരും അടങ്ങുന്നതാണ് സംഘം. 29 അത്ലറ്റുകൾ, 21 ഷൂട്ടിംഗ് താരങ്ങൾ, 19 ഹോക്കി താരങ്ങൾ എന്നിവർ സംഘത്തിലുണ്ട്. ഈ മാസം 26-ന് ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സ് അടുത്ത മാസം 11-ന് സമാപിക്കും. ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദന വളർച്ച ഉയരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ പ്രവചനം. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ 7% വളർച്ച കൈവരിക്കുമെന്നാണ് പുതുക്കിയ പ്രവചനം. 6.8 വളർച്ചയാണ് ഈ വർഷം ഏപ്രിലിൽ IMF പ്രവചിച്ചിരിക്കുന്നത്. സ്വീഡിഷ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് റൌണ്ട് ഓഫ് 16-ൽ ഇന്ത്യയുടെ സുമിത് നാഗൽ അർജന്റീനയുടെ മരിയാനോ നവോനയെ നാളെ നേരിടും. അതിന്റെ പുരുഷ ഡബിൾസിൽ സുമിത് നാഗൽ കരോൾ ഷെരേവ്റ്റിസ്കി സഖ്യം പരാജയപ്പെട്ടു. ഫ്രഞ്ച് ജോഡിയായ അലക്സാണ്ട്രെ മുള്ളർ, ലൂക്ക വാൻ ആഷ് സഖ്യത്തോടാണ് ഇന്ത്യൻ പോളിഷ് ജോഡി പരാജയപ്പെട്ടത്. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന് ശ്രീലങ്കയിൽ മറ്റന്നാൾ തുടക്കമാകും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനായി നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യൻ സംഘം ഇന്നലെ കൊളംബോയിലെത്തി. യുവജനങ്ങളുടെ പരിവർത്തന ശക്തി രാജ്യത്തെ പുരോഗതിയിലേക്കും നൂതനാശയങ്ങളിലേക്കും നയിക്കുമെന്ന് കേന്ദ്ര യുവജന കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. വിവിധ പദ്ധതികളിലൂടെ യുവജനങ്ങളെ ശാക്തീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ദേശീയ യുവജന പുരസ്കാരം, NSS അവാർഡ് എന്നിവയുടെ ജേതാക്കളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം. മൈ ഭാരത് പ്ലാറ്റ്ഫോമിൽ വിവിധ മേഖലയിലെ യുവ നേതാക്കളുടെ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതും പ്ലാറ്റ്ഫോം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗ്ഗങ്ങളും പരിപാടിയിൽ ചർച്ചയായി. മഹാരാഷ്ട്രയിൽ പ്രതിമാസ സ്റ്റൈപ്പൻഡോടെ യുവാക്കൾക്ക് തൊഴിലിടങ്ങളിൽ പരിശീലനം നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. ആഷാഢി ഏകാദശിയുടെ ഭാഗമായി പണ്ഡർപൂരിൽ നടന്ന പരമ്പരാഗത ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു പ്രഖ്യാപനം. 12ാം ക്ലാസ് കഴിഞ്ഞവർക്ക് പ്രതിമാസം 6,000 രൂപയും ITI ഡിപ്ലോമയ്ക്ക് 8,000 രൂപയും ബിരുദാനന്തര ബിരുദത്തിന് 10,000 രൂപയും പ്രതിമാസം സ്റ്റൈപ്പൻഡ് ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം ഞായറാഴ്ച. കേന്ദ്ര ബജറ്റ് ഈ മാസം 23-ന്. മദ്യനയ അഴിമതി കേസിൽ CBI അറസ്റ്റിനെതിരെയുള്ള മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. ഹരിയാനയിൽ മുൻ അഗ്നിവീരർക്ക് സംസ്ഥാന സർക്കാർ നിയമനങ്ങളിൽ 10% സംവരണം പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ തുടരും, ചുവപ്പ് ജാഗ്രത. നിലനിൽക്കുന്ന വയനാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ അനുമതി. രാജ്യത്തിനായി 117 കായിക താരങ്ങൾ കളത്തിലിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.